മനുഷ്യക്കടത്തിന്റെ പലവിധ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ജോലിയുടെയും മറ്റും പേരിൽ മനുഷ്യക്കടത്ത് എന്നൊക്കെ. ഇപ്പോഴിതാ മനുഷ്യക്കടത്തിന്റെ ഏറ്റവും പുതിയൊരു സംഭവം കണ്ടെത്തിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെയാണ്. കാനഡയിലെ കോളേജുകൾ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതെ, കനേഡിയൻ കോളേജുകൾ ഉൾപ്പെടുന്ന ഒരു വമ്പൻ മനുഷ്യക്കടത്ത് ഓപ്പറേഷന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഗുജറാത്തിൽ നിന്നുള്ള 4 അംഗ കുടുംബം US കാനഡ അതിർത്തിയിൽ തണുത്തുറഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇഡി ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യക്കടത്തുകാരുടെ ആഗോളതലത്തിലുള്ള സംഘവും കനേഡിയൻ കോളേജുകളും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷണത്തിനിടെ വെളിവാക്കപ്പെട്ടത്. കാനഡയിൽ കുറഞ്ഞത് 260 കോളേജെങ്കിലും അനധികൃത കുടിയേറ്റക്കാർക്ക് US പ്രവേശിക്കുന്നതിന് കനേഡിയൻ പാത തിരഞ്ഞെടുക്കാൻ സ്റ്റുഡന്റ് വിസ നൽകുന്നുണ്ടെന്ന് ഇഡി അറിയിച്ചു. ഗുജറാത്തി കുടുംബത്തിന്റെ കേസെന്ന് പരിശോധിക്കാം. 2022 ജനുവരി 19-നാണ് 4 പേരടങ്ങുന്ന ഗുജറാത്തി കുടുംബം US കാനഡ അതിർത്തിയായ മാനതോബയിൽ കൊടും തണുപ്പിൽ മരിക്കുന്നത്. ജഗദീഷ് പട്ടേൽ എന്ന 39-കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ വൈശാലി എന്ന 35-കാരി, ഇരുവരുടെയും 1ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നിവരാണ് അനധികൃതമായി US കടക്കുന്നതിനിടെ മരിച്ചത്. -37 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ മനുഷ്യക്കടത്തുകാർ ഇവരെ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. തുടർന്ന് കാനഡ വഴി US ഇന്ത്യക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം നടത്താൻ ഇഡിയെ ഈ സംഭവം പ്രേരിപ്പിക്കുകയായിരുന്നു. കാനഡ വഴി US അനധികൃത കുടിയേറ്റം സുഗമമാക്കുന്ന ശൃംഖല പ്രവർത്തിപ്പിച്ചു എന്നാരോപിച്ച് ഭവേഷ് അശോക് ഭായ് പട്ടേലിനും മറ്റുള്ളവർക്കുമെതിരെ അഹമ്മദാബാദ് പോലീസ് FIR ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് ഇഡി അന്വേഷണം ആരംഭിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത്. ഇനി ഈ ശൃംഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. മനുഷ്യക്കടത്ത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കനേഡിയൻ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നതിന് പട്ടേൽ ആളുകളെ സഹായിക്കും. എന്നാൽ ഈ വ്യക്തികൾ കനേഡിയൻ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിച്ചുവെങ്കിലും കാനഡയിൽ എത്തിയ ശേഷം അതാത് കോളേജുകളിൽ ഹാജരാകുന്നില്ല എന്ന് ഇഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അവിടെ തീരുന്നില്ല. ഇതിന് പകരം US കടക്കുന്നതിന് നിയമവിരുദ്ധമായ വഴികൾ തേടുകയാണ് ഇവർ ചെയ്യുന്നത്. കമ്മീഷൻ കൈക്കലാക്കിയ ശേഷം കോളേജുകൾ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് ഫീസ് തിരികെ നൽകിയതായും ആരോപണങ്ങളുണ്ട്. ഇതാണ് സംഭവത്തിൽ കോളേജുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സംശയം ഉയർത്തിയത്. സംഭവം ഇങ്ങനെയാണ്. ഇന്ത്യക്കാരെ അനധികൃതമായി US എത്തിക്കുന്നതിനായി ഏജന്റുമാർ കാനഡയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രവേശനം ക്രമീകരിച്ച് സ്റ്റുഡന്റ് വിസയിൽ അയച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കാനഡയിൽ എത്തിയ ശേഷം കോളേജിൽ ചേരുന്നതിന് പകരം അവർ അനധികൃതമായി US കാനഡ അതിർത്തി കടക്കുകയായിരുന്നു. ഇഡി പറഞ്ഞതാണിത്. കാനഡയിലെ 262 കോളേജുകൾ ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാരെ കടത്തുന്നതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇഡി സംശയിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ 60 ലക്ഷം രൂപ വരെയാണ് നൽകുന്നത്, പിന്നീട് ഇരയാക്കപ്പെടുന്നു. സ്റ്റുഡന്റ് വിസയിലൂടെയുള്ള പ്രവേശനം സൗകര്യപ്രദമാണെന്ന് ഇന്ത്യൻ പൗരന്മാർ കരുതുന്നുണ്ട്. സ്റ്റുഡന്റ് വിസയ്ക്കായും കാനഡയിലേക്ക് പോകുന്നതിനുമായി ഏജന്റുമാർ ഏകദേശം 55 മുതൽ 60 ലക്ഷം വരെയാണ് ഓരോരുത്തരിൽ നിന്നും ഈടാക്കുന്നത്. മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവയുൾപ്പെടെ 8 സ്ഥലങ്ങളിൽ ഇഡി വിശദമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഈ പരിശോധനയ്ക്കിടെ വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളെ ഇഡി കണ്ടെത്തുകയും ചെയ്തു. മനുഷ്യക്കടത്തിൽ കനേഡിയൻ കോളേജുകളുടെ ഇടപാടുകളും ഇത്തരം അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് അവർ എത്ര പണം ഈടാക്കി എന്നതും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി 19 ലക്ഷം രൂപ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ മരവിപ്പിക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും രേഖകളും മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്തൊക്കെയാണെന്നറിയാമോ? ഡിസംബർ 10, 19 തീയതികളിൽ മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിൽ കനേഡിയൻ കോളേജുകൾ വഴി അനധികൃത കുടിയേറ്റക്കാരെ അയക്കുന്ന നിരവധി ഏജന്റുമാരുടെ ഓഫീസുകളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. 2 ഏജന്റുമാർ വഴി പ്രതിവർഷം 35,000 അനധികൃത കുടിയേറ്റക്കാരെ വിദേശത്ത് അയക്കുന്നതായി ഇഡി കണ്ടെത്തി. ഗുജറാത്തിൽ 1700 ഏജന്റുമാർ അല്ലെങ്കിൽ പങ്കാളികളും ഇന്ത്യയിലുടനീളം 3500 പേരും ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏകദേശം 112 കോളേജുകൾ മഹാരാഷ്ട്രയിലെ ഒരു ഇന്ത്യൻ സ്ഥാപനവുമായും 150-ൽ അധികം കോളേജുകൾ മറ്റൊന്നുമായും കരാറിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇഡിയുടെ വാക്കുകളാണ്. ഓരോ വർഷവും 25,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഒരു സ്ഥാപനം റെഫർ ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇരകൾ നിരവധി. ആരൊക്കെ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയെന്ന കണക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു.